ഞാപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി ഇങ്ങോട്ട് പണിക്കൊന്ന് പറഞ്ഞു അങ്ങനെ അമ്മന്റെ അടുക്ക് പണിക്കൊന്ന് ഇന്നലെ വിഷുവായിട്ട് ആൾക്കാരൊക്കെ വന്നീന്നെ ഇവിടെ അച്ചോരാനും ഇതൊക്കെ പറഞ്ഞേ അപ്പൊ അമ്മണി ഞാൻ പറഞ്ഞു ഓർക്ക് നിറച്ച് മാങ്ങ ഉണ്ടായിക്കണേ അപ്പൊ ഒരു തോട്ടിക്കോല് വേണം പറഞ്ഞു അപ്പൊ തോട്ടിക്കോല് വെട്ടിയാടാ ഞാന്. അത് ശരി, മാങ്ങ പൊട്ടിക്കാനാ എല്ലാ ഞാൻ പോവാ. ഞാൻ പൈ വായിക്കാൻ വേണ്ടി ഏറെ വന്നത് തന്നെ. ഇന്നലെ ഇപ്പൊ എന്താ കോയാക്ക് പറഞ്ഞല്ലോ അവിടെ എന്താ വർത്താനം കേൾക്കുന്നുണ്ട്, വേളം വെക്കുന്നുണ്ടെന്നൊക്കെ. എന്നോട് പറയുന്നല്ലേ ബിസുവായിട്ട് മോനെ വൈകുന്നേരണ്ട് രാജാട്ടൻ വിചാരിച്ചു ഞാനേ ആണ് ചെല്ലൂന്ന് എല്ലാ കൊല്ലം ചെല്ലണോ. അപ്പൊ ഓയി ഇന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു പായസവും ഇതൊക്കെ. രാജാട്ടൻ പറഞ്ഞു കുഞ്ഞാപ്പോ ഇജ്ജ് അവിടെ ഇജ്ജ് വരിച്ചിട്ട് ഞങ്ങള് കാത്തു നിന്ന് എന്താ വരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങള് വരിച്ചിട്ട് ഞാനിവിടെ പാന്റും കുപ്പായൊക്കെ ഇട്ട് മാറ്റി നിന്ന് ലാസ്റ്റ് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പെരേക്കന്നെ വന്നത്. അപ്പൊ രാജാട്ടൻ മോനെ പായസൊക്കെ കൊണ്ടില്ലേ. അപ്പൊ ഞാനങ്ങ് പഴിച്ചിട്ട് വയ്യ ആ പായസൊക്കെ കുടിച്ച് വയറ് നിറച്ച് കുടിച്ചിട്ട് അവിടെ കിടന്ന് മോനെ സീനം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ എന്നോട് പറയാ ഇമ്മ ഇങ്ങനെ വിളിക്കന്നെ ഞാൻ എണിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ ചീറുക കുഞ്ഞാപ്പ് പോയേ കുഞ്ഞാപ്പ് നിൽക്കുന്നില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിക്കൂടെ കോയാക്ക പോയിണ്ടാവൂലേ. കോയാക്ക പറഞ്ഞു എന്നോട് പറയാൻ കോയാക്ക ഇതേമാതിരി ഞാനും ഉമ്മാന്റെ ചീറ് കേട്ടപ്പോ വണ്ടി വന്നു. അപ്പൊ ഉമ്മ എന്നിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന്. അപ്പൊ ഉമ്മാന് എന്ത് പ്രശ്നം, ഞാനും എന്റെ മോനെ കൂടി ഇവിടെ വർത്താനം പറയില്ലേ. നിങ്ങൾക്ക് എന്താണ് നാണം മാണ്ടടാ, ഞങ്ങളെ പേരേല് ഞങ്ങൾക്ക് വർത്താനം പറയാനും ചിരിക്കാനും പറ്റൂലേ. അപ്പൊ അന്ന് ആ ദേഷ്യം വന്ന് കോയാക്ക വരാഞ്ഞത്. ഭയങ്കര വർത്താനം അവിടെ എന്താണല്ലോ ഭയങ്കര ചീറിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മാനി ആ പായസം കൊടുത്ത സീനത്തിനെ ഞാനവിടെ കിടന്നു പറഞ്ഞു. അപ്പൊ ഉമ്മ വിചാരിച്ചു ഞാൻ മരിച്ചു പോയിക്കൂടാന്ന് വിചാരിച്ചു ചീറി പൊളിക്കുക. ഞായറാഴ്ച അല്ല പിറ്റത്തെ ഞായറാഴ്ചക്ക് ഒരു കല്യാണം ഉണ്ടല്ലോ. റബ്ബേ കുഞ്ഞാപ്പ് നിക്കണില്ലല്ലോ, ഞാൻ കല്യാണത്തിന് ഞാൻ എങ്ങനെ പോവാന്നിട്ട്. കല്യാണത്തിന് പോവാത്ത വിഷമാണ്. അപ്പൊ ഞാന് എന്റെ കുഞ്ഞാപ്പക്ക് ബിരിയാണി എങ്ങനെ തിന്നാൻ പറ്റുക, എന്റെ കുഞ്ഞാപ്പ് ബിരിയാണി തിന്നില്ലല്ലോ. ബിരിയാണി കേട്ടപ്പോ മോനെ ഞാൻ ഉറക്കത്തിൽ കിനാവ് കണ്ട് ഇമ്മ ബിരിയാണി പറയുന്നത്. അപ്പൊ ഞാൻ ഇമ്മാന്നാണ്ട് വിളിച്ച്. അപ്പൊ തന്നെ ഇമ്മ അറിയാം പയാജി മനുഷ്യന്മാരെ പേടിപ്പിച്ച് എന്റെ വല്ലാത്തൊരു പായസം കൂടിയായി. ഉമ്മ കൊടുത്തില്ല. അപ്പൊ ഞാനല്ലേ പഴിച്ചിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെയല്ലേ കുടിക്കേണ്ടത്. ഞാനൊക്കെ കുടിച്ചിട്ട് ഉമ്മാണ്ട് തന്നെ ബാക്കി നിങ്ങൾ വേണ്ടേ കൊടുക്കാണ്ടായില്ലൊക്കെ പാവന്നല്ല എന്റെ ഇമ്മ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും ചെലപ്പോ, കുറച്ചൊക്കെ തരുവുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ആദ്യം ഉമ്മ എടുത്ത് കുടിച്ചിട്ടാ തന്നിട്ടുണ്ടാവുക. ഇല്ല അങ്ങനെ വെക്കാറില്ലേ. എന്നിട്ട് ഇന്നിപ്പോ രാവിലെ വന്നതാണ്, ഇവിടെ പണിയുണ്ട് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബിസുമായിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നു പോയി. അപ്പൊ എന്നോട് പണിക്ക് വേണ്ടി വിളിച്ചതാണ്. അപ്പൊ പണിക്ക് വേണ്ടി വിളിച്ച ഇത് വെട്ടല പണി അവിടെ പൊട്ട അവിടെ മാങ്ങ ഉണ്ടായി എന്നോട് പറഞ്ഞില്ല. ആ മാങ്ങ പൊട്ടിക്കാനേ പൊട്ടില്ല. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞതാണ് പൊട്ടിക്കാന്. അങ്ങനെ അമ്മച്ചി പറഞ്ഞപ്പോ ഞാനേ പൊട്ടിക്കാണ് മാങ്ങ. അപ്പൊ ഞാൻ തോട്ടി വന്നതാടാ. ഇവിടെ ചായയും കടി വായൊക്കെ വിളിക്കുന്നു തന്നു. ഇന്നലെ വിളിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ ഇവര് വിളിച്ചിട്ടില്ല. രാജാട്ടനല്ലേ പണിക്ക് വന്നാലും എന്തിനും തരില്ലേ. ആദ്യം വായക്ക പിങ്ങിയതും പപ്പടം ഉണ്ടായിരുന്നു, പപ്പടം തന്നിക്കണോന്നു അതും തിന്ന രാവിലെ. പിന്നെ ഉച്ചക്ക് ഒരു അറിഞ്ഞ് ചോറ് വെച്ചിട്ടില്ല. ഞാൻ പെരേ പോയി തിന്നിട്ട് വന്നു. ഉമ്മ അവിടെ വെച്ചിട്ട് പോകുമല്ലോ. അപ്പൊ ഞാന് ഞാൻ നേരെ നോക്കട്ടെ പെരയില് വെച്ച് ചോറൊക്കെ കംപ്ലീറ്റ് തിന്നിട്ട് വന്നതാണ്. ഞാൻ എന്നിട്ട് വെട്ടട്ടാ നേരല്ല അധികം ഒന്നും ആയിട്ടില്ല സമയം. ഞാൻ ടൈം ഇങ്ങനെ പോയിക്കോട്ടെ, വർത്താനം പറഞ്ഞു പോരാറില്ലല്ലോ. എനിക്ക് പോരിട്ടൂലേ. അത് നല്ല ആളാണ്. എന്നിട്ട് 50 രൂപ തരാനായിട്ടുണ്ട്. അപ്പൊ ഇത് വെട്ടിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലേ പൊട്ടാ 50 രൂപ കിട്ടൂല. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ 50 രൂപ തരില്ലല്ലോ. അപ്പൊ 50 രൂപ തരില്ലല്ലോ.
ഇത് കാണിച്ചു കൊടുത്താലേ 50 രൂപ തരുള്ളൂ. അപ്പൊ എന്നാ വെട്ടിട്ട് കാണിച്ചു കൊടുക്കണം. ഞാൻ പോയി വെട്ടട്ടെ. അല്ല നോക്കി വെട്ടിക്കോ കുഞ്ഞാപ്പോ. നോക്കിട്ട് തന്നെയാണ് വെട്ടുക. അതിന്റെ മേത്തേക്ക് ഞാൻ അങ്ങനെ നോക്കൊന്നിട്ട് വെട്ടു. അല്ല എനിക്ക് തോട്ടിലേക്ക് പോകണ്ട, അവിടെ തോടുണ്ട്, അതാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല. അവിടെ മാങ്ങ ഒന്നും വീണ് എടുക്കണില്ല കാണാന്. മാങ്ങട്ടെ വേഗം കാണൂല്ലേ? കാണും. അത് ശരിയാ. ആയിക്കോട്ടെ. ആ കിടക്കണ അവിടെ മാങ്ങ. ഇത് കഴിഞ്ഞിട്ട് പൊട്ടിക്കണം. ഇത് കഴിഞ്ഞിട്ട് എടുക്കണം. മാങ്ങ അവിടെ ഉണ്ട്. അല്ല അവിടുന്ന് നോക്കിണ്ട് പോകണ്ടിട്ടാ. അവിടുന്ന് നോക്കിക്കോട്ടെ. എന്നാ നോക്കി വെട്ടിക്കോ. ഞാൻ പോട്ടെന്നാ. പോയിക്കോ.